വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 ഫസ്റ്റ് വ്ളോഗാണിത്. ഇത് ശരിക്കും ന്യൂ ഇയറിന് മുന്നേ ഉള്ള വിശേഷമാണ് കേട്ടോ. ഒരു ട്രാവൽ പോവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പമ്പിൽ നിന്ന് ഡീസലൊക്കെ അടിച്ച് നമ്മൾ റെഡിയായി പോവാണ്. ഇങ്ങനത്തെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ചാക്കെ പുറത്ത് ടയറൊക്കെ ചെക്ക് ചെയ്തു. നമ്മൾ കുറച്ച് ലോങ് ട്രിപ്പാണ്. നേരെ ഇപ്പോൾ പോകുന്നത് ആഗ്രയിലോട്ടാണ്. ഉത്തർപ്രദേശിലെ ആഗ്ര, നമ്മുടെ താജ്മഹലുള്ള സ്ഥലത്ത്. താജ്മഹൽ കാണാനായിട്ടല്ല പോകുന്നത്. ഓൾറെഡി ഒരു 4 പ്രാവശ്യമെങ്കിലും താജ്മഹൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് കുറച്ച് ആളുകളെ മീറ്റ് ചെയ്യാനാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ചെറുതായിട്ടൊന്ന് സ്നാക്കും എല്ലാം കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഇടയ്ക്ക് കണ്ട ഒരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സംഭവത്തിൽ നിർത്തുവാണ്. അങ്കിത്തിന് ചെറുതായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് തണുപ്പ് നന്നായിട്ടുണ്ട്, കുറച്ചല്ല നല്ല രീതിയിൽ തണുപ്പുണ്ട്. അതുകൊണ്ട് ഓരോ ചായയും കൂടെ കുടിക്കാമെന്ന് വെച്ചിട്ട് നമ്മളവിടെ അടുത്ത് കണ്ടൊരു ഫുഡ് സ്ട്രീറ്റിൽ നിർത്തി. അവിടെ പിസ്സ ഹട്ടും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു കടയായിരുന്നു. അവനാദ്യം തണുപ്പാണെങ്കിലും അങ്കിത്തിന് ഐസ്ക്രീമും ഐസും ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഐസ് ഗോള എന്ന് പറയുന്ന ഐസ് ഗോളയോ എന്തോ അങ്ങനെ ഒരു സംഭവമാണ് അവൻ വാങ്ങിച്ചത്. ആദ്യം നല്ല തണുപ്പായിരുന്നു. അത് ഐസ് കട്ടയായിരുന്നു. സ്ലഷ് എന്നാണ് അവൻ പറഞ്ഞത്. ഞാനൊരാക്കി ഒരു ചായ വാങ്ങി. പിന്നെ പിസ്സ ഹട്ടിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തു. അമേരിക്കൻ ചിക്കൻ പിസ്സയോ ചീസി അമേരിക്കാനോ എന്തോ പേര് പറഞ്ഞു. അങ്കുവാണ് അത് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാനും ഒരാക്കി ഇതിൽ നിന്ന് ഓരോ പീസ് കഴിച്ചു. ബാക്കി അവനും കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വീണ്ടും ട്രാവൽ പോയിക്കൊണ്ടിരിക്കുവാണ്. കറി വന്നിരുന്നിട്ടാണ് അത് കഴിച്ചത്. വൈകുന്നേരം 4 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ മൊത്തത്തിലൊരു മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. വെയിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ആഗ്ര എത്തി. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് താജ് എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ്. നമ്മുടെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ താജ്. ഞാൻ മീറ്റ് ചെയ്യാൻ ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സിസ്റ്റർ കവിത എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ, നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഉള്ള വ്ലോഗിൽ. അപ്പോൾ അവർ ദുബായിലാണ്. അപ്പോൾ അവർ നേരെ വെക്കേഷൻ, അതായത് ഇപ്പോൾ ചെറിയൊരു വെക്കേഷൻ ആണല്ലോ അവിടെയൊക്കെ, അവിടുന്ന് ജയ്പൂരെത്തി. അവിടെ ഒന്ന് കറങ്ങിയതിന് ശേഷം നേരെ ആഗ്ര എത്തിയിട്ടുണ്ട് നമ്മളെ കാണാനായിട്ട്. അവർ രാവിലെ താജ്മഹലൊക്കെ പോയി കറങ്ങി വരും. നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ഇതാണ് താജിനകത്തെ. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ആ രീതിയിലാണ്. ക്രിസ്മസ് പപ്പയും ക്രിസ്മസ് ട്രീയും സ്നോമാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി. അതായത് സർവീസും കാര്യങ്ങളും അവിടുത്തെ ഉള്ള ഇതൊക്കെ ഒത്തിരി നല്ലതായിരുന്നു. അവരാണ് നേരത്തെ വന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തത്. ഇപ്പോൾ അവർ പുറത്ത് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ വന്ന് ചെക്ക് ഇൻ ചെയ്യുന്നതേ ഉള്ളൂ. റിസപ്ഷനിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുവാണ്. ഇതൊക്കെ അകത്തെ ഡെക്കറേഷൻസ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഓപ്പോസിറ്റ് ഉള്ള റൂമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ശരിക്കും ആഗ്രയിലോട്ടൊരു 4 hour ട്രാവൽ ഉണ്ട്. അപ്പോൾ അവർ താജ്മഹലൊക്കെ കണ്ടിട്ട് ജസ്റ്റ് പുറത്ത് നിൽക്കുകയാണ്. അവരിപ്പോൾ എത്തും. നമ്മളപ്പോഴത്തേക്ക് ഇവിടെ എത്തി. നമ്മൾ ചെക്കിനായി റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ നേരത്തെ ട്രാവൽ ചെയ്യുമ്പോൾ നിന്നിട്ടുള്ള റാഡിസൺ ബ്ലൂ, ഹോളിഡേ ഇൻ, അതുപോലെ തന്നെ മാരിയറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനും ഉള്ളത്. ഒരു ലോക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ അയൺ ബോക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു സെക്ഷനും, പിന്നെ നോർമൽ കോഫി ടീ, നോർമൽ കാര്യങ്ങളൊക്കെ. ഇതാണ് ബാത്റൂം. ഇതാണ് നമ്മുടെ താജ്മഹലിന് മുന്നത്തെ താജ്.
ഇതാണ് ബെഡ്. ശരിക്കും 4 പേർക്ക് കിടക്കാൻ പറ്റുന്ന, അതായത് അച്ഛനും അമ്മയും 2 മക്കളും ഉണ്ടെങ്കിൽ കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡാണ്. നമ്മൾ സാധാരണ 3 പേരുടെ ബെഡാണ് എടുക്കുന്നത്. ഇത് ശരിക്കും 4 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന റൂമാണ്. നമ്മൾ എപ്പോഴും നോക്കുന്ന പോലെ തന്നെ അവരുടെ മെനുവും കാര്യങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് നോക്കി, അവരുടെ സ്പെഷ്യാലിറ്റികളും. പിന്നെ മെയിൻലി ഏത് സ്ഥലമാണോ അവിടുത്തെ കുറച്ച് സ്പെഷ്യാലിറ്റികൾ എന്തായാലും അവരുടെ മെനുവിൽ കാണുമല്ലോ. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ VIPs. ആരുഷി കവിതയുടെ മോളാണ്. അങ്കുവും ആരും ഭയങ്കര കൂട്ടുകാരാണ്. ഇതാണ് കവി. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അവളെ നാട്ടിൽ പോയപ്പോൾ. അവളുടെ മോനാണിത്, അഥർവ്, അതിമോൻ. അവരൊക്കെ ബിസിയായി. പ്രതീക്ഷ വന്നിട്ടുണ്ട്, കവിതയുടെ ഹസ്ബൻഡ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ VIPകൾ. ഇനി ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് താഴോട്ട് പോവാണ്. ഡിന്നറൊക്കെ കഴിക്കണം. പിള്ളേരെയും കൊണ്ട് ആദ്യം ഒന്ന് പ്ലേ ഏരിയ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരും. ഭക്ഷണത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. മെയിൻലി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്തു, പിന്നെ നമ്മുടെ എഗ് കറി, പിന്നെ നാനുണ്ട്, ചിക്കൻ ബിരിയാണിയുടെ കൂടെ വന്ന റൈത്തയാണ്, പിന്നെ ബട്ടർ ചിക്കൻ, എന്തൊക്കെയോ സംഭവങ്ങൾ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് വരികയാണ്. ഇനിയും നമുക്ക് യാത്രകളാണ്. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ ന്യൂ ഇയർ അവിടെയാണ്. തണുപ്പായതുകൊണ്ട് അകത്ത് ഗ്ലാസ്സിൽ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് എഴുതി കളിച്ച്. അപ്പോഴത്തേക്ക് അതിമോൻ രാവിലെ തന്നെ റെഡിയായി എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ ന്യൂ ഇയർ ആഘോഷത്തിന് പോവുകയാണ്. അപ്പോൾ ശരിക്കും ഒരാഴ്ച ട്രാവൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ പിന്നെ വീട്ടുവിശേഷങ്ങളും വീഡിയോസും ഒന്നും ഇടാതിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബുഫേ ആണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്കിഷ്ടമുള്ളതെല്ലാം ഞങ്ങൾ എടുത്ത് കഴിച്ചു. 2 സെക്ഷനിലായിട്ടാണ് ഇരുന്നത്. കാരണം കുറച്ച് തിരക്കുള്ളതുകൊണ്ട് അവർക്ക് വേറൊരു സെക്ഷനിലും ഞങ്ങൾക്ക് ഈ ഇപ്പുറത്തെ കോർണറിലായിട്ടാണ് കിട്ടിയത്. ഞാൻ പറാട്ടയും മെയിൻലി ഞാൻ എഗ്ഗ് കഴിക്കാറുണ്ട് ഡെയിലി. അതൊക്കെ എടുത്ത് കഴിച്ചു. രാക്കെ മസാല ദോശ കാര്യങ്ങൾ. അങ്കിത്ത് പിന്നെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മെയിൻലി പാൻ കേക്കും വേഫേഴ്സും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അവൻ ആ രീതിയിലുള്ള എടുത്തു. പിന്നെ ഡെസേർട്ട്സ് കാര്യങ്ങൾ, ബൺസ്, കേക്ക്സ്, അതൊക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചു. ചായ, കാപ്പി, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ എന്താണോ വേണ്ടത് അത് ഓരോരുത്തർ ഓരോ രീതിയിലെടുത്തു. പിന്നെ പൂരി, ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉള്ള കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഞാൻ ഒരു പറാട്ടയും കുറച്ച് എഗ്ഗാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മെയിൻലി ഞാൻ എഗ്ഗ് കഴിക്കും ഡെയിലി. ഞാൻ കുറച്ച് സ്ക്രാമ്പിൾഡ് എഗ്ഗും ഒരു ബോയിൽഡ് എഗ്ഗും കഴിച്ചു. പിന്നെ പറാട്ട കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഇനി റൂമിലോട്ട് പോവുകയാണ്. വെക്കേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ വെക്കേഷൻ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. ശരിക്കും അവർ ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മളെ വിളിച്ചത്. അവർ വരുമെന്നൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അവരുടെ റൂമിലേക്ക് എത്തി. ഞാൻ പറഞ്ഞല്ലോ ഓപ്പോസിറ്റ് തന്നെ ആയിരുന്നു റൂം.
നമ്മൾ പോകാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലോട്ടാണ്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അവിടെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ആണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, പിന്നെ തിങ്കളാഴ്ച വെക്കേറ്റ് ചെയ്യും. അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ഒരു പ്ലാനാണ്. അങ്ങോട്ടുള്ള യാത്രയാണ്. തുടർന്നുള്ള വീഡിയോ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.